ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി മലയാളക്കരയിൽ ആവശ്യം നിറച്ചുകൊണ്ടാണ് മടങ്ങിയിട്ടുള്ളത്. ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ പ്രതികരണവും അത്തരത്തിൽ തന്നെയല്ലേ? വളരെ വലിയൊരു ആവേശം ആ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി വീണ്ടും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടി വളരെ വലിയൊരു ആവേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമായും എടുത്തു പറഞ്ഞത് ഇതുതന്നെയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെട്ടുള്ള വിവാദങ്ങൾ, അഴിമതികൾ, ഒപ്പം തന്നെ കേരളത്തിലെ CPM ഭരണം അഴിമതി നിറഞ്ഞതാണെന്നുള്ള ശക്തമായ നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. കൃത്യമായ വിഷയങ്ങളിൽ കരുവന്നൂർ തട്ടിപ്പ്, മാസപ്പടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലടക്കം വളരെ ശക്തമായ നിലപാടുകളും വിമർശനവുമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത്. കാട്ടാക്കടയിൽ നടന്ന ഇന്ത്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് ആവശ്യമായി പ്രധാനമന്ത്രി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ CPM ഭരണത്തിനെതിരെയാണ് പ്രധാനമന്ത്രി ആഞ്ഞടിച്ചത്. സ്വർണ്ണക്കടത്തിലും മാസപ്പടിയിലും അടക്കം മുഖ്യമന്ത്രിയും മകളും നടത്തിയത് വൻ അഴിമതിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ CMRL അഴിമതിയിലും ഇരുവരും പ്രതിസ്ഥാനത്താണുള്ളത്. കോൺഗ്രസിനെയും ഇടതിനെയും വിശ്വസിക്കാൻ സാധിക്കുമോ എന്നും ജനങ്ങളോട് പ്രധാനമന്ത്രി ചോദിച്ചു. അഴിമതിയും വികസന വിരുദ്ധതയുമാണ് ഇരു മുന്നണികളുടെയും മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ടുകൾ സംസ്ഥാന സർക്കാർ ധൂർത്തടിക്കുകയാണെന്നും കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം കൂടി ചേർന്നുണ്ട്. അഖിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയൊരു ആവശ്യമായി പ്രധാനമന്ത്രി മാറുകയാണ്. ഒപ്പം തന്നെ ജനങ്ങളോട് നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ചും CPMൻ്റെ ഭരണം, അത് ശരിക്കും പറഞ്ഞാൽ അഴിമതി നിറഞ്ഞ ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അത്തരത്തിൽ നിരവധി നിലപാടുകൾ വ്യക്തമാക്കി അദ്ദേഹം. ഒപ്പം തന്നെ തീരദേശ ജനതയ്ക്കൊക്കെ തന്നെയും വളരെയധികം ഉറപ്പും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? വിഷ്ണു, എന്തായാലും അറബിക്കടലിലെ തിരമാല പോലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും BJPയുടെ ആവേശോജ്വലമായ ഈ പൊതുസമ്മേളനത്തിന് ശേഷം ഓരോ പ്രവർത്തകരും ഇറങ്ങി നിൽക്കുന്നുണ്ട്. രാവിലെ ഞങ്ങൾ എത്തുന്ന സമയത്ത്, ഞങ്ങളിവിടെ 5:30 എത്തിയതാണ്. അതിനുശേഷം ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടേക്ക് പ്രവർത്തകരെത്തുന്നത്. ആ പ്രവർത്തകരെത്തുന്ന സമയത്ത് ഒരാൾക്ക് പോലും ഈ സമയം 4 മണിയാകുമ്പോൾ പോലും മോദിയെ കാണുക എന്നുള്ളതാണ്. ഇതിനിടയിൽ ഒരു ചാറ്റൽ മഴ പെയ്തിരുന്നു. പക്ഷേ ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ കാണുന്നത് പോലെ ഒരു കൈക്കുഞ്ഞു പോലും ഇപ്പോഴും ആ ചേച്ചിയുടെ ഒക്കത്തിരിക്കുന്നുണ്ട്. കാരണം ആ കുട്ടി എന്തായാലും ഈ പരിപാടി തുടങ്ങുന്നതിന് ഈ സ്റ്റേജിലേക്ക് ആളെ കയറ്റി തുടങ്ങിയത് ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ്. അപ്പോൾ ആ 10 മണിക്ക് ആ കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് സന്തോഷം. ആ കുട്ടിയുടെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് നരേന്ദ്രമോദിയെ കണ്ടത്, നരേന്ദ്രമോദി അപ്പൂപ്പനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടോ? നരേന്ദ്രമോദി അപ്പൂപ്പനെ കണ്ടോ? അവള് പിണക്കത്തിലാണ്. നേരത്തെ കുട്ടികളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നരേന്ദ്രമോദി കാണാൻ? നരേന്ദ്രമോദി എന്ന് വെച്ചാൽ നല്ലൊരു ആളാണ്. കേരളം ഭരിച്ചു പോകുന്ന ഒരു പ്രധാനമന്ത്രിയുടെയാണ് നരേന്ദ്രമോദി. കേരളത്തിലേക്കും നരേന്ദ്രമോദിയുടെ ഭരണം വരണം എന്നതാണ് ആ കുട്ടി പോലും പറയുന്നത്. കാരണം വലിയ ഒരു ആത്മവിശ്വാസമുണ്ട്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചാൽ മറ്റൊരു കാര്യം കൂടി പ്രധാനമായി നമുക്ക് പറയാനുള്ളത്, ഈ പ്രസംഗത്തിൽ ഞാൻ നേരത്തെ ഈ മോദി ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രസംഗം എങ്ങനെയായിരിക്കും എന്നതായിരുന്നു പ്രധാനമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. കാരണം ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ BJPയുടെ പ്രകടന പത്രിക ഡൽഹിയിൽ പുറത്തിറക്കിയതിനു ശേഷം പങ്കെടുക്കുന്ന ഒരു ആദ്യ പൊതുപരിപാടിയാണ് കേരളത്തിലുണ്ടാകുന്നത്. ഇന്ന് തൃശ്ശൂരിലെ പരിപാടിക്ക് ശേഷം അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും അദ്ദേഹം ഊന്നൽ നൽകിയത് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ നടത്തുന്ന അഴിമതിയാണ്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞത് കണ്ടല സർവീസ് സഹകരണ ബാങ്കിലെയും അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെയും ഒക്കെ തന്നെ അഴിമതി അദ്ദേഹം തുറന്നു കാട്ടുന്നതിന് വേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചു എന്നാണ്. അതിനപ്പുറത്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം തന്നെ ഇടപെട്ടിട്ടുള്ള മാസപ്പടി വിവാദം, അത് BJP സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ അഴിമതി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. അതിനും അപ്പുറത്ത് അദ്ദേഹം പറഞ്ഞത് പ്രകടന പത്രികയിലെ കാര്യങ്ങളാണ്. അദ്ദേഹം ഓരോ പ്രകടന പത്രികയിലും മുന്നോട്ട് വെച്ച എല്ലാ വികസിത കാര്യങ്ങളും, വികസിത ഭാരതത്തിന്റെ, ആത്മനിർഭർ ഭാരതത്തിന്റെ എല്ലാ കാര്യങ്ങളും എണ്ണി കാട്ടാക്കടയിലെ ജനങ്ങളോട് സമ്മതിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ഇപ്പോഴും പോകുന്നതിലേക്ക് വേണ്ടി, തിരിച്ച് തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിലേക്ക് വേണ്ടി അമ്മമാരടക്കം എല്ലാവരും കാത്തു നിൽക്കണം. പക്ഷെ അവരെല്ലാവരും വലിയ ആത്മവിശ്വാസമുണ്ട്, അവരെല്ലാവരും വലിയ സന്തോഷമുണ്ട്. കാരണം പ്രധാനമന്ത്രി, ഈ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മുടെ നാട്ടിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഒരു ദേശീയ നേതാവ് കാട്ടാക്കടയിലേക്ക് എത്തുന്നത്. ആ കാട്ടാക്കടയിലേക്ക് ഒരു ദേശീയ നേതാവ് എത്തുമ്പോൾ ആ
കാട്ടാക്കടയിലേക്ക് എത്തുന്നത് തന്നെ രാജ്യത്തിന്റെ പ്രധാന സേവകൻ എന്നത് ഏറ്റവും സന്തോഷം ഈ കൊടുമുടി കയറ്റുന്നതിന്റെ അത്രയുമാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഒരു കൊടുമുടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ആറ്റിങ്ങൽ പാർലമെന്റിലെ തന്നെ സ്ഥലമായിട്ടുള്ള പൊന്മുടിയാണ്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു ആവേശക്കടല് തന്നെ തീർക്കുകയായിരുന്നു ഇന്ന് കാട്ടാക്കടയിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത്, ആദ്യം അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയി, അത് എൻ്റെ കുറച്ച് പരിപാടികളുടെ ഷെഡ്യൂളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലതാമസം കൊണ്ടാണ്. അതിൽ ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഞാൻ പരിപാടി വേഗത്തിലാക്കുന്നു. കാരണം എനിക്ക് ഇനിയും തമിഴ്നാട്ടിലെ ഒരു പരിപാടിയിലേക്ക് പോകണമെന്ന് മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ച് അങ്ങനെ വലിയ ഒരു സന്തോഷത്തിലേക്ക് ഈ കാട്ടാക്കടയിലെ ആൾക്കാർ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന 2 സ്ഥാനാർത്ഥികളെയും, അതായത് ആറ്റിങ്ങൽ പാർലമെന്റിലെ വി മുരളീധരനും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തന മികവുകൾ പ്രധാനമന്ത്രി ഈ വേദിയിൽ പ്രസംഗത്തിൽ ഊന്നൽ നൽകി എന്നതൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജി കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ പ്രവർത്തന കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്, ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് പാർട്ടി മത്സരരംഗത്തേക്ക് ഇറക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് മികവുണ്ടാകണം. ആ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ആ സഖ്യം, ആ പാർട്ടി, ആ സംഘടന ആശയപരമായ പോരാട്ടത്തിന്, രാഷ്ട്രീയ പോരാട്ടത്തിന് ആ വ്യക്തിയെ ആ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കണമെന്ന മികവ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിദേശത്ത് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് വി മുരളീധരൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്നും പ്രധാനമന്ത്രി അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഊന്നൽ നൽകിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിലും അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റുകളിലും ഒക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റം അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു പ്രധാന ഒരു മികവായി കാട്ടുന്നുണ്ട്. ഇതിലേറ്റവും ഒരു പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മളോടൊപ്പം അശോകൻ കുളനട ചേരുന്നുണ്ട്. BJPയുടെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രഭാരി കൂടിയാണ്. അശോകൻ ജി, ഇപ്പോൾ മോദി വരുന്നുണ്ട്, 10,000-കണക്കിന് ആൾക്കാർ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ആത്മവിശ്വാസത്തോടെ, ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ ഒരു ആവേശത്തിന് ഒരു കുറവില്ലാതെ തന്നെ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയി. എത്രമാത്രം തോന്നുന്നുണ്ട് ഒരു ആത്മവിശ്വാസം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഇവിടുത്തെ ബഹുജനങ്ങൾക്കും വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകിയ സന്ദർശനമാണ് നരേന്ദ്രമോദിജിയുടേത്. നരേന്ദ്രമോദിജിയുടെ 2ാമത്തെ വരവ് പ്രവർത്തകരിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ആവേശം, ഈ ഒരു ഉത്സാഹം ഈ മാസം 26 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് വോട്ടായിട്ട് പ്രതിഫലിക്കും. വിജയം സുനിശ്ചിതമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ചിട്ടയായ സംഘടനാ വർക്ക്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ 2 മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് സാധാരണക്കാരെ, പാർട്ടി പ്രവർത്തകർക്കും അപ്പുറത്ത് ഒരു ജനവിഭാഗം ഇന്ന് മോദിയെ കാണാൻ വരുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലുണ്ടാകുന്ന സ്വീകാര്യതയായിട്ട് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും പുറത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിരവധിയായ ജനക്ഷേമ പദ്ധതികളിലൂടെ ആനുകൂല്യം കിട്ടിയ, വീട് കിട്ടിയവർ, ഗ്യാസ് കിട്ടിയവർ, കിസാൻ സമ്മാൻ നിധി കിട്ടിയവർ, അങ്ങനെ ഒട്ടനവധിയായ ആനുകൂല്യം കിട്ടിയവരുടെ നീണ്ട നിര അവർ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് മോദിയെ കാണാനായിട്ട് ഒഴുകിയെത്തിയ സാഹചര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും വിജയത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ ചാർജുള്ള സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള അശോകൻ കുളനട സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഗുണഭോക്താവ് പോലും ഈ നാട്ടിൽ കിട്ടാതില്ല. കാരണം നിർമ്മൽ ഈ കിസാൻ സമ്മാൻ നിധി കിട്ടിയ ആൾക്കാരുണ്ട്, ഉജ്ജൽ യോജന വഴി ഗ്യാസ് കിട്ടിയ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അടൽ യോജന വഴി വീട് കിട്ടിയവരുണ്ട്. അങ്ങനെ ഓരോ പ്രവർത്തനത്തിന്റെയും ഭാഗമായി ഉണ്ടായിട്ടുള്ള എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ്. കാരണം പാർട്ടി പ്രവർത്തകർക്കും അപ്പുറത്ത് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ സൽഭരണത്തിന്റെ, ആത്മനിർഭർ ഭാരതത്തിന്റെ ആ വികസന കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു ജനസഞ്ചയം കാട്ടാക്കടയിലേക്ക് എത്തി എന്നത് നമുക്ക്